വടകര കടത്തനാട് ലേബർ സൊസൈറ്റിയിലെ വൻ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് LDF രംഗത്ത്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവള്ളൂർ LDF പഞ്ചായത്ത് കമ്മിറ്റി കോഴിക്കോട് റൂറൽ SP-ക്ക് പരാതി നൽകി. നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിനെ തുടർന്ന് ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത സംഭവത്തോടെയാണ് കടത്തനാട് ലേബർ സൊസൈറ്റിക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സാധാരണക്കാരായ നിക്ഷേപകർക്ക് അവരുടെ പണം സുരക്ഷിതമായി തിരികെ ലഭിക്കാൻ പോലീസ് അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് LDF തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ കോഴിക്കോട് റൂറൽ SP ഓഫീസിലെത്തി പരാതിയും നിവേദനവും കൈമാറിയത്. സൊസൈറ്റിക്കെതിരെ നിരവധി നിക്ഷേപകർ ഇതിനകം തന്നെ പരാതികളുമായി രംഗത്തെത്തിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് LDF നേതൃത്വം നേരിട്ട് ഇടപെടുന്നത് എന്നും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. വടകര പോലീസ് എടുത്തിട്ടുള്ള സമീപനം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസ്വാഭാവിക മരണം എന്നുള്ള നിലക്കുള്ള ഒരു കേസ് മാത്രമല്ലാതെ ഈ വളരെ വ്യക്തമായി ഈ മരണമൊഴിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള DCC അംഗമായിട്ടുള്ള സുധീർ കുമാറും ഇതിൻ്റെ സൊസൈറ്റിയുടെ സെക്രട്ടറി അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർമാർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ വ്യക്തമായി പരാതിയിൽ പറഞ്ഞിട്ട് പോലും മരണമൊഴിയിൽ പറഞ്ഞിട്ട് പോലും ഒരു കേസ് പോലും ഈ ദിവസം വരെ എടുക്കാൻ വേണ്ടി വടകര പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, പ്രത്യേകമായിട്ട് ഇത്തരം ചില വിഷയങ്ങൾക്കൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ചില വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് വളരെ വേഗം തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് നഷ്ടം വന്നിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലായാലും കേസെടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ നല്ല ഇടപെടലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല സർക്കാരുകൾക്ക് നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? ഇവരെ ഭരണത്തിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് ഇതിൻ്റെ സൊസൈറ്റിയുടെ നടത്തിപ്പുകാർ നമുക്കറിയാം, കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ലീഗിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇത് നടത്തിപ്പ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തന്നെ വിരുദ്ധമായ രീതിയിലാണ് ഈ സൊസൈറ്റിയുടെ നടത്തിപ്പ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആളുകൾക്കെതിരെ കേസെടുക്കാത്തത് തികച്ചും രാഷ്ട്രീയ വലിയ എന്താ പറയേണ്ട പിന്തുണ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും ഒരു പ്രതിയെപ്പോലും ഇന്നവരെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും വടകര പോലീസ് തയ്യാറായിട്ടില്ല. നിരവധി കേസുകൾക്കകത്ത് കള്ളക്കേസുകൾ ഉൾപ്പെടെ പലതരത്തിലും ഇങ്ങനെ കുത്തിപ്പൊത്തിക്കുന്ന ഈ കാലത്ത് ശരിക്കും യാഥാർത്ഥ്യത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കേസിനകത്താണ് വടകര പോലീസിൻ്റെ ഈ സമീപനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരായി ഈ കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ വടകര മേഖലയിലെ പല മേഖലയിലുണ്ടായിട്ടുള്ള ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നതുവരെയും ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നവരും വളരെ ശക്തമായി ഇതിൻ്റെ മറ്റ് സമര പരിപാടികൾ നടത്താനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ജൂലൈ 2-ാം തീയതി തിരുവള്ളൂർ ഒരു ബഹുജന കൂട്ടായ്മ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വടകര മേഖലയിൽ ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.